യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നായർ സാറേ, ജ്യൂസ്. ജ്യൂസ് മധുരം പാകത്തിനാണല്ലോ നായർ സാറേ. പിന്നെ പാകത്തിനാ, അല്ലെങ്കിൽ തന്നെ ഇത് ആരാ ഉണ്ടാക്കിയത്? ചുമ്മാ അത് പുകഴ്ത്തല്ലേ സാറേ. ഞാനങ്ങ് പൊങ്ങിപ്പോയാലേ ഏണി വെച്ച് താഴെ ഇറക്കേണ്ടി വരും. അതിനല്ലേ ഞാനിവിടെ ഉള്ളത്. പോ സാറേ. ബോംബെ പോലെ ഇത്രയും നല്ല ജ്യൂസ് ആരും ഉണ്ടാക്കൂല. നിനക്കെന്തുവാ ഇവിടെ കാര്യം? അത് ഞാൻ പിന്നെ സാറിന് ജ്യൂസ് കൊടുക്കാൻ വന്നതാ. കൊടുത്തല്ലോ, പോ. എന്താ ഇത്? സ്ത്രീകളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അവളൊരു വേലക്കാരിയാണെങ്കിലും ഒരു പെണ്ണല്ലേ? പെണ്ണ് വീടിന്റെ വിളക്കല്ലേ? നമ്മൾ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണ്ടേ? കുട്ടി വയ്ക്കോ, ഇയാള് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. മൂക്കത്താ കുണ്ടി, ശുണ്ടി. ആള് വാവാ, വയ്ക്കോ. ആ നിക്ക്. ആ ബാക്കി നീ കുടിച്ചോ. ഞാൻ പാവാൻ നിന്നോട് ആരാ പറഞ്ഞത്? താൻ എന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാ അടുത്തോടെ കാണിക്കടാ. ഞാനിവിടെ ഇരുന്ന് മാർക്കിടാ. ചേട്ടനെ കാണിക്കില്ല കേട്ടോ. തനിക്കെന്തോ ഇത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? കണ്ണു കയറ്റ താഴ്ന്നോടോ അവളെ കിടന്ന് പറ്റിച്ചേർന്ന് ഒട്ടി നിൽക്കുന്നത്. നിർത്തിയാലേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ ഞാൻ വിളിച്ചു വരുത്തിയൊന്നുമല്ല, അവള് ജ്യൂസായിട്ട് വന്നതാ. മാംഗോ ജ്യൂസ്. മാംഗോ. അയാളുടെ ഒരു മാംഗോ ജ്യൂസ്. തനിക്ക് ഇതിന്റെ അസുഖം എന്നൊക്കെ എനിക്കറിയാം. അജയ, നീ ഇത്ര സില്ലിയാവരുത്. ഒരാള് സ്നേഹത്തോടെ ഒരു സാധനം കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെക്കുമ്പോ എങ്ങനെയാണോ അത് വേണ്ടെന്ന് പറയുന്നത്? വേണ്ടാന്ന് പറയുന്നത്? ആവശ്യമില്ലാത്ത സാധനം ആര് മുന്നിൽ കൊണ്ടുവച്ചാൽ അത് വേണ്ടാന്ന് തന്നെ പറയണം. അതാണ് മര്യാദ. എന്ത് ചെയ്യാം, എനിക്ക് ആ മര്യാദ ഇല്ലാതായിപ്പോയി. അത് മനസ്സിലായി. അധോ ലോക നായകനാണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലടാ. താൻ എനിക്കുമില്ലടാ ദാഹങ്ങളും മോഹങ്ങളും. എന്തോന്ന് ദാഹം? അത് മാറ്റാനല്ലേ അടിക്കടി എനിക്ക് മാംഗോ ജ്യൂസായിട്ട് വരുന്നത്. മാംഗോ ജ്യൂസ് മേരാ വീക്ക്നെസ് ഹേ. തന്റെ ഒരു വീക്ക്നെസ് ഒറ്റ വീക്ക് വെച്ചെന്നാണല്ല. ഞാൻ തിരിച്ചടിക്കും, നീ അത് താങ്ങൂല. സത്യങ്ങളെല്ലാം ഞാൻ ഇവിടത്തെ പെണ്ണുങ്ങളെ വിളിച്ചു നിർത്തി തുറന്നങ്ങ് പറയും. പിന്നെ നേരെ സ്റ്റേഷനിലോട്ട് പോകും, പോലീസ് സ്റ്റേഷനിലേക്ക്. മാപ്പ് സാക്ഷിയാവും. നിർത്തി. എന്നെ ഉപദ്രവിക്കാതെ തനിക്ക് മര്യാദയ്ക്ക് അവിടെ നിന്നോടോ. ഒരു അണ്ടർവേൾഡ് കിങ്ങിന്റെ മാക്സിമം മര്യാദയാ നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നെ വെറുതെ പ്രകോപിതനാക്കരുത്. ഇല്ല. എന്നാ പോയി നിക്ക്. ഞാൻ പൊയ്ക്കോളാം. എന്റെ റബ്ബേ, ഇതിലും ഭേദം അധോലോകം തന്നെ. കാമത്തവള, എൻ്റെ ഒരു മങ്കി ജ്യൂസ്. ഉയർ നിറച്ച് വിളമ്പിത്തരാടി. എന്തുവാടി, എന്തിനാ നീ ഇവിടെ മോങ്ങുന്നേ? ഇന്നലെ ആ ചേട്ടനെ തെറ്റിദ്ധരിച്ചല്ലോ. എനിക്ക് നിന്നെപ്പറ്റി ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ സിന്ധു.
ധാരണ? അജയേട്ടന് ഒരു ധാരണയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആ നായർ സാറിന്റെ മുന്നിൽ വെച്ച് അങ്ങനെ പെരുമാറുമായിരുന്നോ? നായര് സാറോ? എനിക്ക് ആ മനുഷ്യനോട് ഒരു സ്നേഹവും ഇല്ല. അങ്ങനെ ചോദിക്കുമ്പോ ഞാൻ ഈ മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത് അജയേട്ടനോടുള്ള സ്നേഹ കൂടുതലും ഉണ്ടാ. അത് പക്ഷെ അജയേട്ടന് മാത്രം മനസ്സിലാവില്ല. എടി, എന്നോടുള്ള സ്നേഹക്കൂടുതലും ആ പരട്ടയ്ക്ക് മാംഗോ ജ്യൂസ് കൊടുക്കുന്ന തമ്മിൽ എന്തുവാണ് ഈ ബന്ധം? കാശ് വാങ്ങിക്കൊണ്ട് പോകാനല്ല അയാൾ വന്നിരിക്കുന്നത്. നിനക്കെങ്ങനെ അറിയാം? അവൻ അത് നിന്നോട് പറഞ്ഞോ? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. ഈ മനുഷ്യൻ എന്തൊരു സംശയം, എന്റെ ദൈവമേ. ഇന്നാളെ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ബിസിനസ് നടത്തിയ വകയില് നിങ്ങളുടെ ഏട്ടൻ അയാൾക്ക് കൊടുക്കാനുള്ള 10 ലക്ഷം രൂപ വാങ്ങാൻ അയാൾ വന്നതെന്ന്. തൽക്കാലം അത് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. അത് കൊടുക്കുന്നവരെ അയാൾ ഒരു കുഴപ്പം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത്. ഓഹോ, എന്ന്? അല്ലാതെ അയാളെ പ്രേമിച്ച് ഞാൻ അയാളുടെ കൂടെ ഒളിച്ചോടാനൊന്നും പോകുന്നില്ല. അതൊക്കെ എനിക്ക് അറിയത്തില്ലടി മോളെ. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഈ കാള കയറ് പൊട്ടിച്ചോണ്ട് ഓടി നടക്കുന്ന പോലെ നടക്കുന്നത്? അതെനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടല്ലേ മുത്തേ? ഞാനല്ലാതെ വേറെ ഏതെങ്കിലും ഒരുത്തൻ നിന്നെ ഒന്ന് നോക്കുന്നത് പോലും എനിക്ക് സഹിക്കൂല. ഒന്നുമല്ലെങ്കിലും നീ എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേടി? അപ്പോ ആ ചിന്തയൊക്കെ ഉണ്ടല്ലേ? പിന്നെ സദാസമയം ചിന്തയല്ലേ ഉള്ളൂ. പിന്നെ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ ചേട്ടാ? ഈ അടുത്ത കാലത്തൊന്നും ആ നായർ തിന്റെ കാശ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതും പറഞ്ഞ് എത്ര കാലം അവനോട് താമസിപ്പിക്കുന്നത്? തൽക്കാലം അവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നീ എന്റെ കൂടെ നിൽക്കണം. എന്തിനാ പറഞ്ഞു വിടുന്നത്? അയാള് പാവല്ലേ? എടി, നീ എന്റെ കൊച്ചിന്റെ അമ്മയോ അതോ അവന്റെ കൊച്ചിന്റെ അമ്മയാ? ചേട്ടാ, ഞാൻ പറഞ്ഞ നീ കേട്ടാ മതി. നീ വിചാരിച്ചാ അവനോടൊന്ന് പുറത്താക്കാൻ പറ്റും? ഞാനോ? പിന്നെ ഞാനോ? നിന്നെ കൊണ്ട് മാത്രമേ അത് പറ്റൂ. ഞാനെന്ത് ചെയ്യാനാ? നീ നേരത്തെ പറഞ്ഞില്ലേ നിനക്ക് അവനോട് യാതൊരു ഇഷ്ടമില്ലെന്ന്? അതെ, അത് സത്യമാണല്ലോ. ആ, എന്നാലേ ഇന്നൊരു ദിവസത്തേക്ക് ആ വലിയ സത്യത്തെ നീ ഒരു ചെറിയ അസത്യമാക്കി മാറ്റണം. മനസ്സിലായില്ല. നീ അവനോട് സ്നേഹമുള്ളത് പോലൊന്ന് അഭിനയിക്കണം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ ഇത്രയും കാലം പറ്റിയതാ? അത് പിന്നെ എടി, ആ സ്നേഹത്തിന്റെ മൂർധന്യത്തിൽ ഇന്ന് രാത്രി നീ അവന്റെ മുറിയിൽ മറ്റേ മാംഗോ ജ്യൂസും കൊണ്ട് പോണം. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. ഞാൻ ആ ടൈപ്പൊന്നും അല്ല. എന്നാലും നിങ്ങൾ ഇത്രയും തരം താഴ്ന്നു പോയല്ലോ. വെറും 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിന്റെ അമ്മയെ ഒരു അന്യന്റെ കിടപ്പറയിലേക്ക് തള്ളിവിടാൻ നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? നിങ്ങൾ ഇത്രയും നരാധമനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ നാടകം നിർത്ത്. ഞാനൊന്ന് മുഴുവൻ പറയട്ടെ. നീയേ അവിടെ ചെന്ന് അവനോട് കാര്യം കിടക്കാനല്ല പറഞ്ഞത്. പിന്നെ നീ അവിടെ ചെന്ന് അവന് മറ്റേ മാംഗോ ജ്യൂസ് കൊടുക്കണം. മാംഗോ ജ്യൂസ് ഏത് പാതിരാത്രി കിട്ടിയാലും ആ പരട്ടെ അത് മടമടാന്ന് വിഴുങ്ങിക്കോളും. അത് അവന്റെ വീക്ക്നെസ് ആണല്ലോ. ആ സമയത്ത് നീ അവന്റെ വീക്ക്നെസ് ചെറുതായിട്ട് പിടിക്കും. അതല്ല, മാംഗോ ജ്യൂസ്. എന്നിട്ട് നീ നിലവിളിക്കണം, അയ്യോ ഓടി വായോ, ഇയാളെന്നെ പിടിച്ചേന്ന്. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങൾ വേറെ ആളെ നോക്ക്. നിങ്ങൾ എന്തോ എന്നെ പറ്റി വിചാരിച്ചത്? ഒരാളെ ചതിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇതിലും ഭേദം ഞാൻ അയാളുടെ കൂടെ ചെന്ന് കിടക്കുന്നതായിരുന്നു. എന്തോ നേടി? നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങൾ ആദ്യം താലി കെട്ടിയ സ്വന്തം ഭാര്യ ഉണ്ടല്ലോ, ആ മൈഥിലി, അവളോട് പോയി പറ. ഈ ചീപ്പ് പരിപാടിക്കൊക്കെ ചിലപ്പോ അവള് കൂട്ടുന്നത് വരും. ഇടി അവളെ പോലെ വല്ല ആണോടി നീ?